A very good afternoon to all. So in the last class we were discussing about simulation. Now let's see about the advantages and disadvantages of simulation. Simulation simplifies the complexity of real life situation to a level that can be handled by the beginners. സോ നമ്മൾക്കറിയാം പെട്ടെന്ന് കുട്ടികളെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് ഇറക്കി വിടുമ്പോൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സോ അങ്ങനെ ഒരു മോക്ക് റിയൽ ലൈഫ് സിറ്റുവേഷൻ കൊടുക്കുമ്പോൾ ദേ വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ വെൻ ദേ ആർ എക്സ്പോസ് ടു എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. ദ നെക്സ്റ്റ് തിങ് ഇസ് ഇറ്റ് ഇസ് എ ടീച്ചിങ് മെത്തഡോളജി വിച്ച് ഇസ് ഹൈലി സ്റ്റുഡൻറ് സെൻറ്റേർഡ്. സോ ഇവിടെ പാർട്ടിസിപ്പൻസും ഒബ്സർവേഴ്സും അതുപോലെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരും ഓഡിയൻസും ഒക്കെ സ്റ്റുഡൻസ് ആണ്. ആൻഡ് ദാറ്റ്സ് വൈ വി സേ ദാറ്റ് ഇറ്റ് ഈസ് ഹൈലി സ്റ്റുഡൻറ് സെൻറ്റേർഡ്. The next advantage is that it is interesting and motivating and thus effective in teaching all types of students. So ഈ ഒരു മെത്തഡോളജിയിൽ സ്റ്റുഡൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്, ഇറ്റ് ഈസ് മോട്ടിവേറ്റിംഗ് അറ്റ് ദ സെയിം ടൈം. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള കുട്ടികൾ, സ്ലോ ലേണേഴ്സ്, അഡ്വാൻസ് ലേണേഴ്സ്, ആവറേജ് സ്റ്റുഡൻസ്, ഇവരെയൊക്കെ പഠിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് സിമുലേഷൻ. ഇറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റ്സ് പിയർ ലേണിംഗ്. സോ നമ്മൾക്കറിയാം ഇവിടെ ഓഡിയൻസ് ആയിട്ട് കുട്ടികൾ തന്നെയാണ് ഇരിക്കുക. അവരാണ് ക്രിട്ടിസൈസ് ചെയ്യുക, ഇങ്ങനെ നിനക്ക് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇതാണ് ഇച്ചിരിയുടെ ബെറ്റർ വേ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഓഡിയൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സിമുലേഷനിൽ ഇൻവോൾവ് ആവുന്ന ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും they can discuss among themselves, they can come into a new conclusion. ഇതൊക്കെ കൊണ്ട് തന്നെ it facilitates peer learning. So ഇതുവരെ പറഞ്ഞത് simulation simplifies the complexity of real life situation. It is highly student centered, it is interesting and motivating, it can be used in teaching all types of students, and it facilitates peer learning. The next advantage is various roles played by students in simulation like participants, discussion members, and observers provide them an opportunity to learn. So ഏതൊരു സിമുലേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിയുടെ റോളിൽ നിന്നും കുറേ കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുണ്ടാവും. So that is the next advantage. So various roles played by students in a simulation like the participants, the discussion members, and the observers provide them an opportunity to learn. The next thing is offers opportunity to learn from mistakes, especially from those which are detrimental to nursing students if committed in a real life situation. So simulation നടക്കുമ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷനോട് സിമിലർ ആണെങ്കിൽ തന്നെ കുട്ടികൾ അവിടെ മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി ചേഞ്ചസ്. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു BLSൻ്റെ ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ സിമുലേഷനാണ് നടത്തുന്നത്. അവിടെ ഇപ്പോൾ കുട്ടി ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുമ്പോൾ ഡെപ്ത് അഡിക്വേറ്റ് ആയിട്ട് മീറ്റ് ചെയ്തില്ല, അവിടെ പേഷ്യൻറ്റ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല അല്ലേ. അതേ സെയിം ടൈം ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ക്ലിനിക്കൽ ഏരിയ ആ ഒരു ചെസ്റ്റ് കംപ്രഷൻ പ്രോപ്പറായിട്ട് ചെന്നില്ലെങ്കിൽ പേഷ്യൻറ്റ് മരിക്കാൻ വരെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. So before exposing them to the real life situation, they can learn from mistakes. So ഞാൻ വരുത്തിയ ഒരു മിസ്റ്റേക്കിൽ നിന്നും എനിക്കൊരു പുതിയ കാര്യം പേഷ്യൻറ്റിന് ഒരു ഹാമും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടീച്ചിങ് ടെക്നിക്കാണ് സിമുലേഷൻ. It enables students to get aware about the possible ways and chances of committing mistakes so that they can avoid mistakes by taking precautions. സോ ഒരു സിമുലേഷൻ നടത്തുമ്പോൾ ഏതൊക്കെ തരത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഒരു സിറ്റുവേഷനിൽ മിസ്റ്റേക്സ് ഉണ്ടാവാം എന്ന് നമ്മൾക്ക് അറിയാനായിട്ടും പഠിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടാക്കാതിരിക്കാനായിട്ട് വി ക്യാൻ ടേക്ക് പ്രിക്കോഷണറി മെഷേഴ്സ്. So these are the advantages of simulation as an educational technique of teaching. There are few more. The next thing is it enables the students to learn concrete meanings from abstract terms. So നമ്മൾക്ക് പല ഫിലോസഫീസ്, തിയറീസ് അല്ലെങ്കിൽ അങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഫോർ എക്സാമ്പിൾ എംപതി, സിമ്പതി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കും അല്ലേ. സോ എക്സാക്ട്ലി അതെന്താണ് എന്ന് അറിയാനായിട്ട് സിമുലേഷൻ ക്യാൻ ഹെൽപ്പ്. ലൈക്ക്
ഇപ്പോൾ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിമുലേഷൻ ആണ് എങ്കിൽ there we can learn about the human values. ഈ വാല്യൂസ് ഒക്കെ ശരിക്കും പറയുകയാണെങ്കിൽ തിയററ്റിക്കൽ ആയിട്ട് പറയുമ്പോൾ അത് അബ്സ്ട്രാക്ട് ടേംസ് മാത്രമാണ്. പക്ഷേ സിമുലേഷനിൽ കൂടെ we can know them better. It is an effective way of making students understand the concepts of interpersonal relationships, assertive communication styles, etc. സോ ഒരു വാർഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ പരസ്പരം മെയിൻറ്റെയിൻ ചെയ്യുന്ന റിലേഷൻഷിപ്സ്, അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്, ഇതൊക്കെ എങ്ങനെയാണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് സിമുലേഷൻ ആണ്. സോ അവർക്ക് പ്രാക്ടീസ് ചെയ്ത് അതിലെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഫോസ്റ്റർ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. എപ്പോഴും സിമുലേഷനിൽ ഒരു ക്ലിനിക്കൽ സിനേരിയോ ആണ് കൊടുക്കുക. ആ ക്ലിനിക്കൽ സിനേരിയോനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നാണ് കുട്ടികളെ പഠിപ്പിക്കുക. സോ ദാറ്റ്സ് വൈ വി സേ ദാറ്റ് ഇറ്റ് ഫോസ്റ്റർ critical thinking and problem solving skills. The teacher can provide a controlled environment in which the student can test different solutions arising out of critical thinking until a suitable solution is reached. So സിമുലേഷനിൽ ഒരു ടീച്ചറിന് ഒരു സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രോബ്ലത്തിന് തന്നെ നമ്മൾക്ക് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അതിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ ഏതാണ് എന്ന് കുട്ടിക്ക് ആ ഒരു കൺട്രോൾഡ് എൻവയൺമെൻറ്റിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. So that was about the advantages of simulation. Hope you are clear about the advantages. Now let's see about the disadvantages of simulation. So students may generalize the results of a single simulation. സോ പലപ്പോഴും ഒരു സിമുലേഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു സിറ്റുവേഷൻ മാത്രമായിരിക്കും അവിടെ അനലൈസ് ചെയ്യുക. പക്ഷേ വാർഡിലേക്ക് പോകുമ്പോൾ ആ ഒരു സിംഗിൾ സിറ്റുവേഷൻ ആയിരിക്കണം എന്നില്ല, നമ്മൾക്ക് മൾട്ടിപ്പിൾ ഇൻപുട്സ് വന്നെന്ന് വരാം. ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യൻറ്റിന് BLS കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, സോ അവിടെ പേഷ്യൻ്റെ റിലേറ്റീവ്സ് ഒന്നുമില്ല, സിമുലേഷനിൽ പേഷ്യൻ്റ് മാത്രമുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും ഓക്കെ ആയിട്ട് കിടക്കുന്ന ഒരു ഡമ്മി മാത്രമായിട്ടാണ് അവിടെ നമ്മൾ സിമുലേഷൻ നടത്തുക. പക്ഷെ വാർഡിൽ പോകുമ്പോൾ ഈ ഒരു CPR നടത്തുന്ന പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും, അവർ കരയുന്നുണ്ടാവും, അവരെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പുറത്തെ പേഷ്യൻസ് ഉണ്ടാവും, സോ ദേ മേ ബി ഫ്രൈറ്റൻഡ്, അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് നമുക്ക് ഒരേ സമയം റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ പലപ്പോഴും കുട്ടികൾ ഒരൊറ്റ സിമുലേഷനിലെ സിംഗിൾ ഫൈൻഡിങ്ങിനെ ജനറലൈസ് ചെയ്തെന്ന് വരാം, വിച്ച് ഇസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഇൻ ലേണിംഗ്. So it can be prevented by proper explanation and making it clear that the findings of a single simulation cannot be blindly applied to a real life situation. So ഒരു സിമുലേഷൻ നടത്തുകയാണെങ്കിൽ തന്നെ ടീച്ചർ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, ഇതല്ല എൻഡ്, ദിസ് ഇസ് ജസ്റ്റ് എ വേ. So there can be multiple inputs or multiple things that may come across. So ഇതിനെ ബ്ലൈൻഡ് ആയിട്ട് ക്ലിനിക്കൽ ഏരിയയിൽ അപ്ലൈ ചെയ്യരുത് എന്ന് ഒരു ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. The next is simulation is expensive in terms of time, money and energy. So നമ്മൾക്കറിയാം സിമുലേഷൻ പ്ലാൻ ചെയ്യാനായിട്ടും അത് നടത്താനായിട്ടും അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ടും ഒക്കെ we have to spend much amount of time. So that is why it is expensive in terms of time. പിന്നെ ഇത് ചെയ്യണമെങ്കിൽ we should have environment, physical facilities, അതിനു വേണ്ട ഡമ്മീസ് വേണം, സിമുലേഷന് പറ്റിയ കാര്യങ്ങളൊക്കെ വേണം. സോ ഇറ്റ് ഈസ് highly expensive in terms of money, and there is a lot of energy which is to be used up in order to conduct a successful simulation. So that is why it is expensive in terms of time, money and energy. The next thing is emotion-led simulations may cause mental trauma to the students. സോ നിങ്ങൾ വീഡിയോസ് സിമുലേഷൻ്റെ പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. സോ ഒരു പെട്ടെന്ന് ഒരു ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് ഒരു കുട്ടീനെ ഇറക്കി വിടുമ്പോൾ when there are lot of emotions which are involved in that simulation, it may mentally hurt very few people who are emotionally weak. So we should ensure that the feelings are ventilated in order to avoid this disadvantage. The next is that students may undervalue the complexity of a real life situation. സോ പലപ്പോഴും ഇത്രയേ ഉള്ളൂ, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വാർഡിലെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം കുട്ടികളിൽ ഉണ്ടാവും. So in order to avoid this, the teacher should not be too flexible and should immediately notice and correct mistakes.
സോ എന്തെങ്കിലും തെറ്റുകൾ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവും.